അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് ഇന്ന് നാട് വിട നൽകും. എറണാകുളം ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ രാവിലെ ോടെയാണ് സംസ്കാരം. തിയോഫിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, സാധാരണക്കാരെ അടക്കം അത്രമേൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നടൻ ശ്രീനിവാസൻ. അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നും അത്രമേൽ മലയാളികൾ സ്വീകരിച്ചു, അത്രത്തോളം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം അദ്ദേഹം ഇന്നലെ രാവിലെ 8:45 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേതനയേറ്റ ശരീരം പോലും നമ്മുടെ മനസ്സിലില്ല. തളത്തിൽ ദിനേശൻ, അതുപോലെ തന്നെ ബാർബർ ബാലൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു കഥാപാത്രങ്ങളാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. അദ്ദേഹം അങ്ങനെ ചലിക്കാത്ത ഒരു ശരീരമായി കിടക്കുന്നത് കാണാൻ പോലും നമുക്ക് സാധിക്കാത്തൊരവസ്ഥ. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അതും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഇടത്താണ് എന്നുള്ളത് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലാണ്. ഒപ്പം തന്നെ അതോട് ചേർന്നാണ് അദ്ദേഹം ജീവന് തുല്യം, അദ്ദേഹത്തിൻ്റെ നാഡിയായ, അദ്ദേഹത്തിൻ്റെ ശ്വാസമായിട്ടുള്ള ആ ഒരു കൃഷിയിടം കൂടിയുള്ളത്. തിയോഫിൻ എന്തായാലും അതോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? ഭദ്ര, ഇതാണ് ശ്രീനിവാസൻ്റെ എറണാകുളം ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്. വീട്ടിൽ ആണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. അവിടെ നാട്ടുകാരും ഒപ്പം ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഭദ്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ ആത്മബന്ധമുള്ള ഒരു നാടും വീടുമൊക്കെയാണ് ഇവിടെയുള്ള. കാരണം ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപക്ഷെ ജീവനോടെ തന്നെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പോയിരുന്നതാണ്. പക്ഷേ പിന്നീട് ചേതനയേറ്റ അദ്ദേഹമാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ അത് ഈ നാട്ടുകാർ വളരെ വ്യക്തിബന്ധം ഒരുപാട് പേർക്ക് ഇവിടെയുണ്ട് അദ്ദേഹവുമായി. കാരണം അദ്ദേഹം സിനിമയുമായി സജീവമായി തിരക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഈ നാടും ഇവിടുത്തെ നാട്ടുകാരുമായും അദ്ദേഹം എപ്പോഴും വലിയൊരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. തന്നെയുമല്ല, ഇവിടെ അതായത് എത്രയും തിരക്ക് മാറ്റിവെക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ആ തിരക്കിലും അദ്ദേഹം ഇവിടെ ഈ കൃഷിയും, കാരണം ഈ വീടിന് ചുറ്റുമുള്ള കുറേ കൃഷിസ്ഥലമുണ്ട്. അവിടെ സസ്യങ്ങളുണ്ട്, കോഴി അതുപോലെയുള്ള ജീവികളൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഒരു കാര്യങ്ങളുണ്ട്. തന്നെയുമല്ല, ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഒരു പുന്നച്ചാൽ പാടശേഖരം. ആ പാടശേഖരം ഇദ്ദേഹം ഇവിടെ വരുന്ന കാലത്ത് തരിശായി കിടന്നിരുന്ന ഭൂമിയാണ്. ഇവിടെയുള്ള കർഷകർ, കാരണം ഇതൊരു കാർഷിക മേഖല കൂടിയാണ്, നഗരത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്ററോളം മാറിയുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള ആ കർഷകരെയൊക്കെ ഒരുമിച്ച് നിർത്തി, കാരണം ആ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിയൊക്കെ മാറ്റി ജൈവ കൃഷി രീതിയിൽ കൃഷി നടത്താനുള്ളൊരു പ്രചോദനം അവർക്ക് നൽകുകയും ആ കൃഷിക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തതാണ്. അങ്ങനെ ഇത് ശ്രീനിവാസൻ്റെ ഒരു നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസോട് കൂടിയാണ് എല്ലാവരും ഇവിടെ ഒരു കൃഷിയിലേക്ക് തിരിച്ചു വന്നത്. നഷ്ടപ്പെട്ട ഒരുപാട് ഈ കണ്ടനാടെന്ന ഗ്രാമത്തിൻ്റെ നേരത്തെ നഷ്ടപ്പെട്ടു പോയ ആ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം, ഈ വീട് സ്ഥലവുമായും അദ്ദേഹത്തിന് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സ്ഥലമാണിത്. നേരത്തെ കണ്ണൂർ പാട്യത്ത് ജനിച്ച അദ്ദേഹം പിന്നീട് ചെന്നൈയിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിക്കുന്നു. അതിനുശേഷം സിനിമയിൽ സജീവമാകുന്നു. മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ പ്രവേശം. പിന്നെയുള്ള ഒരു അരനൂറ്റാണ്ട്, അതായത് 48 വർഷക്കാലം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഇതിനിടയിൽ അദ്ദേഹം കുറച്ചു കാലം ചെന്നൈയിൽ കുടുംബസമേതം താമസിച്ചിരുന്നു, മക്കളുടെ വിദ്യാഭ്യാസ കാലം ഒക്കെ. പിന്നീടാണ് അദ്ദേഹം ഈ ഉദയംപേരൂർ കണ്ടനാടുള്ള വസതിയിലേക്ക് എത്തുന്നത്. ഇവിടെ അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ സ്വന്തം നാട് പോലെ തന്നെ നാട്ടുകാരിൽ ഒരുവനായി മാറുകയായിരുന്നു. അത്തരത്തിലൊരു ആത്മബന്ധം, വ്യക്തിബന്ധമൊക്കെ എല്ലാവരുമായി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം ഒട്ടേറെ പേർ അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നു. പിന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട്, ഈ കാർഷിക ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒട്ടനവധി കർഷകർ, ഇവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ ടൗൺ ഹാളിലെ ഉച്ച കഴിഞ്ഞാണ് ടൗൺ ഹാളിലെ പൊതുദർശനം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3 മണി വരെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കൂടി പിന്നീട് അത് 4 മണി വരെ നീട്ടിയിരുന്നു. അങ്ങനെ പൊതുദർശനത്തിന് ശേഷം ഒരു 4:45 മൃതദേഹം കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ കാർഷിക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ കാത്തു നിന്നിരുന്നു. അവരൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അങ്ങനെ ഇദ്ദേഹം വൈകുന്നേരം ഇവിടെ വീട്ടിൽ പൊതുദർശനമായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അത് നാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിചയക്കാരുണ്ട്, ഈ നാട്ടിൽ തന്നെ ഒരുപാട് പേരുമായി അദ്ദേഹത്തിന് വ്യക്തിബന്ധമുള്ളവരുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാർഷിക ഒരു സംസ്കൃതിയുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട കർഷക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ട്. അവരും അതുപോലെ തന്നെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മയുള്ള ഒരു നാട് കൂടിയാണിത്. അങ്ങനെ ഈ മേഖലയിൽ ഒരുപാട് പേരെ അറിയാമായിരുന്ന ഒരുപാട് പേരുണ്ട്, ഈ പ്രദേശവാസികളൊക്കെ. അങ്ങനെ അവരൊക്കെ ഇന്നലെ വൈകിട്ട് പലരും ഇവിടെ എത്തിയിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾ, സഹപ്രവർത്തകർ, ഈ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് എത്താൻ കഴിയാതിരുന്ന സഹപ്രവർത്തകർ, അവരൊക്കെ ഇന്നലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വീട്ടിൽ ഒപ്പം തന്നെ അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ഈ നാടും വീടും, ആ വീട്ടിൽ അവസാന രാത്രിയാണ് കടന്നുപോയത്. ഇനി സംസ്കാരം നടക്കുന്നത് ഒരു 10 മണിയോടുകൂടിയാണ്. 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം. ഒട്ടനവധി ചിത്രങ്ങളിലൂടെ ഒരുപക്ഷെ മലയാള സിനിമയുടെ ആ കാലത്തെ അദ്ദേഹം, അതായത് 80കളിലും 90കളിലും മലയാള സിനിമയുടെ ഒരു സമവാക്യം, ഒരു നായക സമവാക്യമൊക്കെ മാറ്റിയെഴുതിയ വ്യക്തി കൂടിയാണിത്. ഇപ്പോൾ നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ. ഇപ്പോൾ സൂര്യ, പ്രശസ്ത ചലച്ചിത്ര നടൻ സൂര്യ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. അങ്ങനെ തമിഴ് സിനിമാ ലോകത്തുള്ളവർക്കും വളരെ വ്യക്തിബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. നമുക്കറിയാം, ഇന്നലെ രജനീകാന്ത് അദ്ദേഹത്തെ ഓർമ്മിച്ചത് നമുക്കറിയാം. അതുപോലെ തന്നെ ചെന്നൈയിലായിരുന്നതുകൊണ്ടും ആ ചെന്നൈയിലെ സിനിമാ പ്രവർത്തകരുമായുള്ള ആ ഒരു ബന്ധം കൂടി അദ്ദേഹത്തിന് വലിയൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയ്ക്കൊപ്പം തമിഴ് സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ചെന്നൈയിൽ നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് സൂര്യ ഇപ്പോൾ വീടിനുള്ളിലുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് മുമ്പ് ആണ് അദ്ദേഹം ഇവിടേക്ക് കടനാടേക്ക് എത്തിയത്. ഇപ്പോൾ വീടിനുള്ളിലുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മൃതദേഹം ഈ വീടിനുള്ളിലുള്ള മൃതദേഹത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാനായി അദ്ദേഹം എത്തുകയാണ്. കാരണം ഒരുപാട് വ്യക്തിബന്ധം ഈ ശ്രീനിവാസനുമായി ഉണ്ട്. അതോടൊപ്പം തന്നെ മക്കളുമായും ഒക്കെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ വിവരം അറിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തി ഇപ്പോൾ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ. കാരണം ആ ഒരു ബന്ധം, ആത്മബന്ധം സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. അത്രയും ഏറെ പ്രയാസപ്പെട്ടാണ് അവിടെ നിന്ന് ഈ സമയം, തിരക്കിനിടയിലുള്ള നമുക്കറിയാം, വളരെ തിരക്കിട്ട ഒരു താരം കൂടിയാണ്, തമിഴ്നാട്ടിൽ നല്ല താരമാണ്. അദ്ദേഹമാണ്, സൂര്യയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും ഒരു പക്ഷേ അപ്രതീക്ഷിതമായൊരു പെട്ടെന്നാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു വിവരം, ഈ ശ്രീനിവാസൻ്റെ വിയോഗം എന്നത് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയതുപോലെയുള്ളൊരു നഷ്ടബോധം അത് തമിഴ് സിനിമാ ലോകത്തിന് ഉണ്ടാക്കിയിരുന്നു. കാരണം അത്രയധികം ഒരു ആത്മബന്ധം അത് ശ്രീനിവാസൻ, അദ്ദേഹം ചെന്നൈയിൽ താമസിച്ചിരുന്ന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന സിനിമ തമിഴ്നാട്ടിൽ ഈ ചെന്നൈയിൽ അത് സജീവമായിരുന്ന കാലഘട്ടം മുതൽ തന്നെ ഒരു വ്യക്തിബന്ധം എല്ലാവരുമായി ഉണ്ട്. ആ ഒരു വ്യക്തിബന്ധം അദ്ദേഹം അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്.